സാർ ഇപ്പോൾ വെൻ ഇറ്റ് കംസ് ടു നമ്മളൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ കോപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പം സാർ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്? ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇവരുമായിട്ടൊരു റാപ്പോ നമ്മൾ എല്ലാത്തിനും പറയുന്ന പോലെ രോഗിയുമായി അല്ലെങ്കിൽ ഈ വരുന്ന ആളുമായി, ഓക്കെ, രോഗിന്ന് പലപ്പോഴും വിളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും ആയിരിക്കില്ല. ഈ അവസ്ഥയുമായി വരുന്ന ഒരാളെ ആയിട്ട് നമുക്ക് നല്ല ഒരു റിലേഷൻ ഈ ഡോക്ടർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ പറയുന്ന തെറാപ്പിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ ഇത് ചെയ്ത് പ്രാക്ടീസ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നന്നായിട്ട് ഇപ്പോൾ ഒരു കുട്ടി വരികയാണ്, ഒരു കുട്ടി വരുമ്പോൾ ഞാൻ ആപ്പുകളുടെ പേര് പറയുന്നില്ല, എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ആ ആപ്പുകൾ കുട്ടികൾ പോയിട്ട് പിന്നെ തെരഞ്ഞു പിടിച്ച് അതിൽ കയറി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാത്തത്. നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഓക്കെ. അതല്ലാതെ ഫെമിലിയർ അല്ലാത്ത പാരൻസിന് ഫെമിലിയർ അല്ലാത്ത ഒരുപാട് ആപ്പുകളാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പം ഈ കാര്യത്തിൽ നമ്മളിത് എടുത്തു, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണ്, ധാരണ ഇല്ലാത്ത ഒരാളാണ് കുട്ടീനെ ഈ പറയുന്ന സെഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുന്ന വെച്ചാൽ കുട്ടി വളരെ എളുപ്പത്തിൽ ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് ഞാൻ ഇനിങ്ങനെ ചെയ്യില്ല കേട്ടോ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടും നമ്മളെ പറ്റിച്ച കുട്ടി പോകും. പക്ഷെ അല്ലെങ്കിൽ ഇപ്പം കുട്ടീന്നല്ല ഏതൊരു ഏജിലുള്ള ആളും ഇത് തന്നെ ചെയ്യണത്. പിന്നെ പലർക്കും കുട്ടികളെ സംബന്ധിച്ച് ആർക്കും സ്വന്തമായിട്ട് എന്തുണ്ടാവില്ല, ഡിവൈസുകൾ ഉണ്ടാവില്ല. ഒരു ഐഡി, ഒരു പാസ്വേഡ് ഉള്ളൂ. അത് ആരെ ഡിവൈസിലും കൊണ്ടുപോകും, മാമൻ്റെ അല്ലെ അമ്മയുടെ അല്ലെങ്കിൽ വല്യമ്മയുടെ അല്ലെങ്കിൽ ഇപ്പം ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ അങ്ങനെ പലരുടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ഡിവൈസിലാണ് കുട്ടികളെ ആക്സസ് ചെയ്യുന്നത്, ഐഡിയ എടുക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച്, നല്ല പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഡിവൈസുകൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ആ കുട്ടിയൊന്ന് ഫോൺ എടുത്തോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന രീതിയിലായിരിക്കും പാരൻസിനോട് പറയാം. പക്ഷെ പാരന്റ് എന്ത് ചെയ്യും, ഇതിനെ എതിർക്കൊക്കെ ചെയ്യണ്ടാവും കൊടുക്കുന്നതിന്. പക്ഷെ ഇവർ കൊടുക്കും, ഒന്ന് കഴിഞ്ഞ് ഒരു 10 മെമ്പേഴ്സിൻ്റെ അടുത്തായിട്ട് കുട്ടി ഏകദേശം ഒരു ദിവസം കംപ്ലീറ്റ്ലി ഈ ഡിവൈസ് യൂസ് ചെയ്യും. പിന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇപ്പോഴെങ്കിലും ഒന്ന് എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് വേറൊരു ഫോണും കൂടി എടുത്തിട്ട് പോകും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ആക്സസ് ഉണ്ടാവും. അതൊരു കാര്യം. അപ്പം യൂസേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുട്ടികളെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് നിർബന്ധമാണ്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ്. കാര്യം കണ്ടുപിടിച്ചു, യൂസേജ് കൂടുതലുണ്ട് അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ബ്ലെയിമിങ്ങോ ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, കുട്ടികൾക്ക് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഞാൻ പറയുന്നത് ചിലപ്പം ഒരാൾ ഭയങ്കരമായിട്ട് സ്പോർട്സിൽ ഇഷ്ടമുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ എന്തിനും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് എന്നുള്ള കഴിവാണ് ശരിക്കും. അത് ആവശ്യമില്ലാത്തൊരു ഏരിയയ്ക്ക് അവർ കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ക്രാഫ്റ്റുകൾ ചെയ്യുന്ന കുട്ടി സ്ഥിരമായി ക്രാഫ്റ്റിന്റെ വീഡിയോ കണ്ട് കുറേ ക്രാഫ്റ്റ് ഉണ്ടാക്കി ആ കാര്യങ്ങളെ കുറിച്ച് വലിയൊരു കഴിവുണ്ടാക്കണമെങ്കിൽ 100% അത് നല്ലതാണ്. ഓക്കെ, അതൊരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഇപ്പം സ്പോർട്സ്, ഇപ്പോൾ ഒരു നല്ലൊരു ഇപ്പം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഇപ്പൊ ക്രിസ്ത്യാനോ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ടാവാം. അത് കണ്ട് സ്ഥിരമായി ആ ഒരു ഒരു പർട്ടിക്കുലർ ടൈം വാച്ച് ചെയ്ത് അവർ എക്സസൈസ് ചെയ്ത് ഈ കാര്യം നടത്തി അവർ ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് നെഗറ്റീവ് അല്ല, നല്ല കാര്യമാണ്. അപ്പം ഇങ്ങനെ അവരുടെ കഴിവുകളെ കുറിച്ചും ഇവരെ ഈ പാറ്റേണിനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാൻ. ഇമ്മീഡിയറ്റ്ലി വന്ന അപ്പം തന്നെ ഇപ്പം ശരിയാക്കാന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് പലപ്പോഴും കുട്ടികളുടെ ഏരിയയിലോ അല്ലെങ്കിൽ ഈവൻ ഇപ്പം ഈ പറയുന്ന ഏർലി കപ്പിൾസ്, ഞാൻ അങ്ങനെ പറയാം, വളരെ പുതിയ ആളുകൾ, ഇപ്പൊ 23 to 27 ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇപ്പൊ അവർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മടുപ്പ് വരുന്നൊരു കാര്യം നമുക്ക് കാണാനുണ്ട്. അപ്പൊ അതിന് ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. അപ്പം ആ കാര്യത്തെ നമ്മൾ ആ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്, ഡിവൈസിൽ അവരും എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവർക്കൊന്നും വീട്ടിൽ ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ രീതിയിലായി മാറുകയാണ്. പിന്നെ വളരെ കുഞ്ഞ് കുട്ടികളെ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് എന്ന് വെച്ചാൽ ഡിവൈസ് മാറ്റി വെച്ച് എന്ത് ചെയ്യണം, കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും ഇത് കിട്ടില്ല, അപ്പോൾ കുട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടി മാറി വേറെ ആക്ടിവിറ്റിക്ക് പോകും. വളരെ കുഞ്ഞു കുട്ടികളെ എളുപ്പമാണ് മാറ്റാൻ. ഓരോ ഏജ് കൂടി വരുന്നതോറും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അഗ്രഷൻ ഭയങ്കര കൂടുതലായിരിക്കും, വയലൻസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ സാധാരണ ഇപ്പം മെഡിസിൻസ് ഒന്നും അങ്ങനെ എല്ലാവരും കഴിക്കൊന്നുമില്ല. എനിക്ക് മരുന്ന് കഴിക്കാൻ മാത്രമുള്ള അസുഖം എന്താണ് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യും ചില ആൾക്കാർ. ആ സമയത്ത് ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെഡിസിൻസ് കൊടുക്കും. പിന്നെ ധാരകളൊക്കെ ചെയ്ത് നല്ല റിലാക്സേഷൻ. പക്ഷെ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ കൊണ്ട് നടക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ ഇവരെ ഒരു റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ
ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ. അതുവരെയുള്ള ക്ഷമ കൺസൾട്ടന്റിനും കൂടി വേണം. കൂടെ ഉള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ആരും ആവാം. ഓക്കെ, അവരെ ചുറ്റിലുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യലും അവരെ ട്രെയിൻ ചെയ്യലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരെ ധൈര്യം ഇല്ലെങ്കിൽ ധൈര്യം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അവർക്ക് നമ്മളിതൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന ആളുകൾ കോംപ്രമൈസ്ഡ് ആയിക്കാൻ നമ്മൾ ട്രീറ്റ്മെന്റിന് യാതൊരുവിധ യൂസും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ തിങ്ക് ഇപ്പം നമ്മളെ വ്യൂവേഴ്സിനാണെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കും ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ. അപ്പോൾ ഐ തിങ്ക് അവർക്കിപ്പോൾ നല്ലൊരു ക്ലിയർ വേർഷൻ അതിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ നമ്മളെ ഡെയിലി ലൈഫിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണെങ്കിലും മോശം രീതിയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു ഡിഫറൻസിയേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ദ സെഷൻ സർ. അതുപോലെ ഇതിന് അവസാനിപ്പിച്ച് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ ഒരു 8 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും വിചാരിക്കരുത് അവരിപ്പോൾ റോക്കറ്റ് പറപ്പിക്കുന്നു. കാരണം എന്താണ്, കുട്ടികൾ അവരുടെ ബുദ്ധിനെ ആവശ്യമില്ലാത്ത സ്ഥലത്താണ് ഉപയോഗിക്കുന്നത്. ആ നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ റോക്കറ്റും പറപ്പിക്കും, റോബോട്ടിനെ നടത്തിക്കും. ഓക്കെ, അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ കൃത്യമായി ഗൈഡ് ചെയ്ത് തന്നെ ഡിവൈസ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കൺട്രോൾ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ടീനേജ് ഇൻസ്റ്റഗ്രാം ഉണ്ട്. 13 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അതാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാവരും കോമൺ അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മളവിടുത്തെ എല്ലാം കോമൺ ആണ്. യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് കിഡ്സ് വേറെയാണ്, കോമൺ യൂട്യൂബ് വേറെയാണ്. അപ്പോൾ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാത്ത കണ്ടന്റ്സ് വരും. അത് യൂസ് ചെയ്യുമ്പോൾ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. സോ എല്ലാവരും ഇതും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.